ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് നല്ലൊരു അടിപൊളി ജ്യൂസാട്ടോ. നമ്മുടെ ശരീരത്തിനൊക്കെ ഏറ്റവും ഗുണമുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ പപ്പായ, ഓമയ്ക്ക, കപ്ലങ്ങ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടായെടുത്തിട്ടുള്ള പപ്പായ കേട്ടോ ഇത്. അപ്പം നമ്മളിത് പൊട്ടിച്ച് വെച്ചിട്ട് 2 ദിവസമായി, നല്ല പോലെ പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഒന്ന് നമ്മൾ ഇന്നലെ കഴിക്കാനായിട്ട് മാറ്റിയെടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഒന്നും കൂടെ ഒന്ന് റെഡിയാവാനുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഈ ഒരു മാങ്ങയും പപ്പായയും വെച്ചിട്ടുള്ള നല്ല അടിപൊളി ജ്യൂസാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പപ്പായ പഴുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പൾപ്പ് നമ്മൾ മിക്സിയുടെ ജാറിലടിച്ച് ഐസ് ക്യൂബാക്കിയിട്ട് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിനൊക്കെ നല്ല ഗ്ലോ കിട്ടും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ജ്യൂസായിട്ട് കുടിക്കുമ്പോഴും നമുക്ക് ഏറ്റവും ഒരുപാട് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടാണ് നമ്മുടെ പപ്പായ, കപ്ലങ്ങ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായെടുത്തിട്ടുള്ളതാണ്, ഒരുപാട് ഗുണങ്ങളുള്ള ഒരൈറ്റം. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾക്കിത് ഒന്നും കൂടെ ഒന്ന് പഴുത്ത് കിട്ടാനുണ്ട്. അപ്പോൾ ഞാനിവിടെ നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ളത് ഇതാ. അപ്പോൾ കഴിക്കാനായിട്ട് നമ്മൾ മുറിച്ചെടുത്തതാട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ബാക്കി നമ്മളൊരു 3 പീസ് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു, അതേപോലെ നമുക്കൊന്ന് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടായെടുത്തിട്ടുള്ള മാങ്ങ കേട്ടോ ഇത്. നല്ല കളറാണ് ഈ മാങ്ങക്ക്, അതും നല്ലൊരു പ്രത്യേക ഒരു സ്മെല്ലും കൂടെയാണ് ഇത് മാത്രം ജ്യൂസ് അടിക്കുമ്പോൾ. അപ്പം ഞാൻ ഇത് രണ്ടും കൂടെ വെച്ചിട്ട് നമുക്കിന്നൊരു അടിപൊളി ജ്യൂസ് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് കൊണ്ടുവരാം. അപ്പം ഇതേപോലെ ഞാനൊരു പീലർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ മാങ്ങ ഒന്ന് പീൽ ചെയ്തെടുക്കാം. ചെറുതായിട്ടൊരു കട്ടി നല്ല കഴമ്പുള്ള മാങ്ങ ഇത്. നമുക്കിത് മാങ്ങയുടെ പേരൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. നമ്മുടെ വീട്ടിൽ 3 രീതിയിലുള്ള മാങ്ങയുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ മാങ്ങ ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കും വിധത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല നാരുള്ള മാങ്ങ കേട്ടോ. ഫ്രൂട്ട്സിലൊക്കെ നമുക്ക് നല്ല പോലെ നാരുള്ള ഫ്രൂട്ട്സ് വേണം നമ്മൾ കഴിക്കാനായിട്ട്. ഒത്തിരി ഗുണങ്ങളാണ് അതിനൊക്കെ. നല്ല നാരുള്ള മാങ്ങയാണ്. ഇപ്പം നമ്മളെല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ മാങ്ങയും പപ്പായൊക്കെ നല്ല സ്ക്വയർ ആയിട്ട് തന്നെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കാം. അപ്പം നമ്മളിത് 2 പ്രാവശ്യമായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്തെടുക്കാം. അതെല്ലാം നിങ്ങൾക്ക് പാലാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ പാല് ചേർത്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ച് പാല് ചേർത്തിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മധുരം നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പഞ്ചസാര ചേർത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മളിവിടെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് അടുത്തതും ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഒരല്പം പാല് ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ഒരല്പം ഐസ് വാട്ടറും കൂടെ ഒഴിക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച നമ്മുടെ ഈ ഒരു പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. ഇതാ നമ്മൾ രണ്ടാമത്തത് നമ്മൾ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ഐസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മളിവിടെ 1 ഗ്ലാസ് ഐസ് വാട്ടറും കൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ട് തന്നെ നമ്മൾ ഈ ഒരു ജ്യൂസ് അടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ.
കണ്ടില്ലേ. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് അങ്ങനെയും കുടിക്കാം. അതെല്ലാം നിങ്ങൾക്ക് ഐസ് ക്യൂബ് ചേർത്തിട്ട് അങ്ങനെയും കുടിച്ചെടുക്കാം. നമ്മൾ ഫസ്റ്റ് അടിച്ചെടുത്ത ആ ഒരു മിക്സ് നല്ല പോലെ മിക്സാക്കി എടുക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടെ ആയിരിക്കും. ഞാനത് കാരണം കൊണ്ട് രണ്ടാമത് നമ്മൾ അടിച്ചെടുത്തത് 2 പ്രാവശ്യം നല്ല പോലെ ഒന്ന് പൾസ് ചെയ്ത് അടിച്ചിട്ട് പിന്നെ ഒന്ന് സ്മൂത്താക്കി അടിച്ചതാട്ടോ. കണ്ടില്ലേ, ചെറിയ കഷ്ണങ്ങളാണ് ഇതിൽ കിടക്കുന്നത്. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയെടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് കുറച്ച് ഐസ് വാട്ടർ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് അധികം ഐസ് ക്യൂബ് ചേർക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചെടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ഐസിൻ്റെ ആ ഒരു ക്യൂബ് നല്ല പോലെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ കുറച്ച് ലൂസായി കിട്ടും നമ്മുടെ ഈ ഒരു ജ്യൂസ്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഗ്ലാസ്സിലേക്ക് നമുക്കിത് മാറ്റിയെടുക്കാം. ഫ്രൂട്ട്സുകളൊക്കെ കയ്യിലുള്ളവർക്ക് നമുക്കിതേപോലെ അടിച്ച് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് ഈ ഒരു ചൂടിനൊക്കെ നല്ലതാട്ടോ. നമ്മൾ പുറത്ത് നിന്നൊക്കെ വാങ്ങിച്ചെടുക്കുന്നതിനേക്കാട്ടും ബെറ്ററാണ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ വെച്ച് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാനൊക്കെ. നമുക്ക് അകത്തും പുറത്തും നിൽക്കാൻ പറ്റാത്ത അത്രയും ടെമ്പറേച്ചറിലാണ് ഇപ്പോൾ നമ്മുടെ ചൂട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റ് കേട്ടോ. ഒത്തിരി മധുരമൊന്നുമില്ല, നമ്മുടെ മാങ്ങയുടെ ആ ഒരു ഫ്ലേവറാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാം. ഈ ഒരു ചൂടിനൊക്കെ നമുക്ക് വീട്ടിലുള്ള ഐറ്റംസുകൾ വെച്ചിട്ടൊക്കെ ഇതേപോലെ അടിച്ചു കുടിച്ചിട്ട് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല കൂളായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഫ്രൂട്ട്സുകളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതല്ലേ. നല്ല ചൂടല്ലേ, ചക്ക ആയാലും മാങ്ങ ആയാലും ഒക്കെ ഒരുപാട് ഫ്രൂട്ട്സുകളൊക്കെ ഉള്ളൊരു ടൈമാണിപ്പോൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.